മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് നമുക്ക് വേണം. അത് നമ്മുടെ വലിയ താല്പര്യവും ആഗ്രഹവുമാണ്. എപ്പോഴാണ് മഹബത്ത് യാഥാർത്ഥ്യമാകുന്നത്, പൂർണ്ണമാകുന്നത്? തൻ്റെ ഇഷ്ടത്തെക്കാൾ തൻ്റെ മഹബൂബിൻ്റെ ഇഷ്ടങ്ങൾക്ക് മുൻഗണന നൽകുമ്പോഴാണ് മഹബത്ത് പൂർണ്ണമാകുന്നത്, യാഥാർത്ഥ്യമാകുന്നത്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ, അവിടുത്തെ വലിയ ആഗ്രഹമായിരുന്നു ഭർത്താവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും പിതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ചാരത്ത് മരണശേഷം അന്തിയുറങ്ങുക എന്നത്. ആ വലിയ ആഗ്രഹം മനസ്സിലിരിക്കെ ആണ് മരണമാസന്നമായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സ്ഥലം തനിക്ക് അനുവദിച്ചു തരുമോ എന്ന് ആയിഷ ബീബിയോട് ചോദിക്കുന്നത്. തൻ്റെ ഇഷ്ടത്തേക്കാൾ തൻ്റെ സഹോദരൻ്റെ ഇഷ്ടങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന, അത് ഈമാനിൻ്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ച മഹബൂബായ മുത്തുനബിയുടെ ആ വചനങ്ങൾക്ക്, ആ ആഗ്രഹങ്ങൾക്ക്, മഹബൂബിൻ്റെ ഇഷ്ടങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ആ സ്ഥലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അനുവദിച്ചു കൊടുക്കുന്നു. മഹാന്മാരായ സ്വഹാബത്ത് അവരുടെ വലിയ ആഗ്രഹമാണ് മദീനയിൽ മുത്തുനബിയുടെ ചാരെ, മുത്തുനബിയെ കണ്ട് മുത്തുനബിയുടെ സംസാരങ്ങൾ ആസ്വദിച്ച് ജീവിക്കുക എന്നത് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ മഹബൂബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് മുൻഗണന നൽകി, അവിടുത്തെ ഇഷ്ടങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് പ്രബോധനത്തിന് വേണ്ടി മുത്തുനബി അയക്കുമ്പോൾ വിവിധ രാജ്യങ്ങളിലേക്ക്, വിവിധ ദിക്കുകളിലേക്ക് സ്വഹാബത്ത് പോകാൻ തയ്യാറായി എന്നത് അത് മഹബൂബിനോടുള്ള ഇഷ്ടമാണ്. ഉദാഹരണം, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയക്കുന്ന രംഗം അത് തന്നെ നാം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. അങ്ങനെ മഹബൂബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് ജീവിതം ധന്യമാക്കാൻ നാം ശ്രമിക്കണം. നാഥൻ തൗഫീഖ് നൽകട്ടെ. എല്ലാവർക്കും നബിദിന സന്തോഷങ്ങൾ അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.